ഡിസ്കണക്ട് ആയി പോവാണ്. ഓക്കെ, അപ്പൊ നമ്മൾ 6 റീജിയനും കണ്ടുപിടിഞ്ഞു. ഇതിൽ പുതിയ റീജിയനാണ്. ഇപ്പൊ അന്റാർട്ടിക് റീജിയൻ എടുത്തു കഴിഞ്ഞാൽ അന്റാർട്ടിക് റീജിയൻ മറ്റുള്ള റീജിയനിൽ നിന്നെല്ലാം ഒരു കുറേയധികം വ്യത്യസ്തത പുലർത്തുന്ന റീജിയനാണ്. ബേസിക്കലി ഈ അന്റാർട്ടിക് റീജിയൻ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അന്റാർട്ടിക്കയുടെ ഒരു ഷേപ്പ്, ഒരു പ്രത്യേക ഒരു ഷേപ്പിൽ കിടക്കുന്ന ഒരു ഭാഗമാണ് അന്റാർട്ടിക്ക. ഈ ഒരു വ്യൂ ഒരു അധികം പേര് അന്റാർട്ടിക്കയുടെ കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ മാപ്പ് വരക്കുമ്പോൾ ലോകത്തിന്റെ മാപ്പിന്റെ ഒരു സൗത്ത് എൻഡിൽ ആയിട്ട് നീളത്തിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു ഇതാണ്. ആക്ച്വൽ ഷേപ്പ് അന്റാർട്ടിക്കയുടെ ഈ ഒരു രീതിയിലാണ്. ഈ ഒരു ഇതിങ്ങനെ വാല് പോലെ കിടക്കുന്നത് സൗത്ത് അമേരിക്കയുടെ സദേൺ എൻഡുമായിട്ട് ഏകദേശം വളരെ അടുത്താണ്. അപ്പൊ ആ രീതിയിലാണ് ഒരു അന്റാർട്ടിക്കയുടെ ഒരു ഷേപ്പ്. നമ്മൾ അന്റാർട്ടിക് റീജിയൻ എടുത്താൽ അന്റാർട്ടിക് റീജിയനില് അതിന്റെ ജിയോഗ്രാഫിക്കൽ ഏരിയ എന്ന് പറയുന്നത് ബേസിക്കലി എൻറ്റയർ അന്റാർട്ടിക്ക. അതുകൂടാതെ ഈ അന്റാർട്ടിക്കയുടെ അടുത്തായിട്ട് കുറേയധികം ഐലൻഡ്സ് ഉണ്ട്. ഈ ഐലൻഡ്സിനെ എല്ലാം നമ്മൾ ഈ അന്റാർട്ടിക് റീജിയനിലോട്ടാണ് പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് അന്റാർട്ടിക് റീജിയന്റെ ഒരു രീതി വരുന്നത്. ഇനി അന്റാർട്ടിക് റീജിയന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കണം. അതിനു മുമ്പ് അന്റാർട്ടിക് റീജിയന്റെ വ്യാപ്തി എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ടാവും. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ദിസ് ഈസ് ഇത് സൗത്ത് അമേരിക്കയാണ്. സൗത്ത് അമേരിക്കയുടെ സദേൺ എൻഡും അന്റാർട്ടിക്കയുടെ ഈ ഒരു നോർത്ത് അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് എൻഡ് എന്ന് വേണമെങ്കിൽ പറയാം, ആ എൻഡും വളരെ വളരെ അടുത്താണ്. പലപ്പോഴും അന്റാർട്ടിക്കയിലോട്ടൊക്കെ ആളുകൾ ടൂറിസ്റ്റ് ആയിട്ടൊക്കെ പോകുന്നത് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് പ്ലെയിൻ എടുത്തിട്ടാണ്. പ്ലെയിനിലാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ അത്രയും കുറച്ചു ദൂരം സഞ്ചരിച്ചാൽ മതി. ഡയറക്റ്റ് ആയിട്ട് അന്റാർട്ടിക്കയിലോട്ട് പോകുന്നതിലും കുറച്ചും കൂടി എളുപ്പമാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകാനുള്ളത്. ഈ രീതിയിലാണ് അന്റാർട്ടിക്കയിലോട്ടുള്ള യാത്രകളൊക്കെ പലപ്പോഴും ചെയ്യുന്നത്. ഇനി അന്റാർട്ടിക്കയിലെ ഫീച്ചേഴ്സ് നോക്കിയാലും the term Antarctic region refers to all areas. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സ്ലൈഡില് all areas like oceanic island, continent. അത് ഒരു കോൾഡ് അന്റാർട്ടിക് ക്ലൈമറ്റ് സോൺ. അതായത് ഇതിവിടെ നമ്മൾ മാപ്പ് എടുത്ത് നോക്കിയാൽ 60 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതിന് അപ്പുറത്തോട്ടുള്ള ഏരിയാസ് എല്ലാമാണ് അന്റാർട്ടിക് റീജിയൻ അല്ലെങ്കിൽ അന്റാർട്ടിക് റെൽം എന്ന് പറയുന്ന അതിൽ പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഒരു എക്സ്ട്രീം കോൾഡാണ് ഈ റീജിയന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ അന്റാർട്ടിക് റീജിയന്റെ എന്ന് പറയുന്നത് ബേസിക്കലി അവിടുത്തെ ഒരു ഓഷ്യൻ കറണ്ട് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ സബ് ട്രോപ്പിക്കൽ വാട്ടർ, കോൾഡ് പോളാർ വാട്ടർ, പോളാർ റീജിയൻസ് എന്ന് വരുന്ന വാട്ടർ കറണ്ടിനെയാണ് കോൾഡ് പോളാർ വാട്ടേഴ്സ് എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ ഈ ട്രോപ്പിക്കൽ ഭാഗത്തു നിന്ന് വരുന്ന വാട്ടർ, ഇത് രണ്ടും കൂടി മീറ്റ് ചെയ്തൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിന് അപ്പുറത്തോട്ടുള്ള റീജിയൻസിനെയാണ് നമ്മൾ അന്റാർട്ടിക് സോൺ അല്ലെങ്കിൽ അന്റാർട്ടിക് റീജിയൻ, അന്റാർട്ടിക് റെൽം എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നമ്മൾ പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് അന്റാർട്ടിക് റീജിയന്റെ മറ്റുള്ള കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. ഈ അന്റാർട്ടിക് റീജിയൻ എടുത്തു കഴിഞ്ഞാൽ ഇന്നിപ്പോ നമ്മൾ നോക്കിയാൽ മിക്കവാറും ഐസ് കവേർഡ് ആണ്. മിക്കവാറും അന്റാർട്ടിക്ക എന്ന് പറഞ്ഞാല് ഭൂരിഭാഗം സ്ഥലത്തും കംപ്ലീറ്റ്ലി ഐസ് കൊണ്ടാണ് വളരെ തിക്ക് ഐസ് ആണ് കിടക്കുന്നത്. പക്ഷെ നേരത്തെ ഈ അന്റാർട്ടിക് റീജിയൻ ഐസ് കവേർഡ് ആയിരുന്നില്ല. മനസ്സിലായോ? ഈ അന്റാർട്ടിക് റീജിയൻ ഐസിന്റെ ഒരു പ്രത്യേകത ഒന്നും അന്റാർട്ടിക് റീജിയൻ ഉണ്ടായി. അത് ഏകദേശം നമ്മൾ സാധാരണ ഏതൊരു ലാൻഡ്സ്കേപ്പും പോലെ തന്നെ ആയിരുന്നു ഈ അന്റാർട്ടിക് റീജിയൻ. ഒരുപക്ഷെ കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ അന്റാർട്ടിക്കയെ പിന്നെയും ഈ ഒരു രീതിയിലോട്ട് തന്നെ പിന്നെയും തിരിച്ചു വന്നു. അതായത് ഒരു നോർമൽ ലാൻഡ് പോലെ ഒരു ഐസ് ഒന്നും കവർ ചെയ്യാത്ത ഒരു ലാൻഡ് ആയിട്ട് മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. അതാണ് നമുക്ക് സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്നത്. The continent was ice free during most of its lengthy geological history. അന്റാർട്ടിക്കയുടെ ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ ഈ റീസെന്റ് പാസ്റ്റിൽ മാത്രമാണ് അന്റാർട്ടിക്ക ഫ്രോസൺ ആയിട്ട് കിടക്കുന്നത്. അതിനു മുമ്പുള്ള സമയത്തൊന്നും അന്റാർട്ടിക്കയിലേക്ക് ഐസ് കൊണ്ട് കവേർഡ് ആയിരുന്നില്ല. കാരണം നിങ്ങൾ ആദ്യത്തെ ഒറിജിൻ ഓഫ് കോണ്ടിനെന്റ്സും കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റും ഒക്കെ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പ്ലേറ്റ് ടെക്ടോണിക്സ് ഒക്കെ പഠിപ്പിച്ചു. അപ്പൊ അന്റാർട്ടിക്കയും ഇന്ത്യയും സൗത്ത് അമേരിക്കയും ആസ്ട്രേലിയയൊക്കെ വളരെ വളരെ അടുത്തായിരുന്നു. ഉദാഹരണമായിട്ട് നമ്മൾ മാർസൂപ്പിയൽ മാമൽസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ മാർസൂപ്പിയൽ മാമൽസ് ഇന്ന് ആസ്ട്രേലിയയിലാണ് കാണുന്നത്.
കേൾക്കുന്നുണ്ടല്ലോ നിങ്ങൾ ക്ലിയർ ആയിട്ട്? ഹലോ, ഓക്കെ. അപ്പൊ ഓക്കെ 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 ഈ മാർസൂപ്പിയൽ മാമൽസിന്റെ ഇന്നിപ്പോ കാണുന്നത് ആസ്ട്രേലിയയിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ മാർസൂപ്പിയൽ മാമൽസിന്റെ ഒറിജിൻ സൗത്ത് അമേരിക്കയിലാണ്. സൗത്ത് അമേരിക്കയിൽ ഒറിജിനേറ്റ് ചെയ്ത മാർസൂപ്പിയൽ മാമൽസ് അന്റാർട്ടിക്ക വഴിയാണ് ആസ്ട്രേലിയയിൽ എത്തിച്ചേർന്നത്. അതുകൊണ്ട് ആസ്ട്രേലിയയിലല്ല മാർസൂപ്പിയൽ മാമൽസ് ഇവോൾവ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് അന്റാർട്ടിക്ക ഏൻഷ്യൻ ടൈം പീരീഡ്, ഇത് കുറച്ച് ഒരു 100-200 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് അത് ഒരുപാട് അനിമൽസ് ഉള്ളതായിരുന്നു. അന്റാർട്ടിക്കയുടെ ആ ഐസിന് താഴോട്ട് നമ്മൾ ഖനനം ചെയ്ത് നോക്കിയാൽ പക്ഷെ പലധികം ആനിമൽസിന്റെ ഒക്കെ ഫോസിൽസ് നമുക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട്. പല ഫ്രോസൺ സ്കെൽറ്റിനൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അന്റാർട്ടിക്കയില് പല രാജ്യങ്ങളിലും, മിക്കവാറും രാജ്യങ്ങളൊക്കെ വികസിത രാജ്യങ്ങളൊക്കെ അവരുടെ ഒരു റിസർച്ച് സെന്ററുകൾ, ഇന്ത്യയും അവിടെ അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ റിസർച്ച് സെന്ററുകൾ നടത്തുന്നുണ്ട്. അപ്പോ അതിനെല്ലാം കാരണം എന്താണ്? അന്റാർട്ടിക്ക ഒത്തിരിയധികം സയന്റിഫിക് ഇൻഫർമേഷൻ നമുക്ക് തരും എന്നുള്ളതാണ്. ഇനി അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇപ്പൊ ഉദാഹരണമായിട്ട് ഈ അടുത്ത കാലത്ത് നിങ്ങൾ ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഉദാഹരണമായിട്ട് സെക്കൻഡ് ലൈൻ, ദർ ഇസ് നോ റീസൺ ടു ബിലീവ് ഇറ്റ് വിൽ നോട്ട് ബിക്കം സോ അഗെയിൻ ഇൻ ദ പ്രോബബിൾ ഡിസ്റ്റന്റ് ഫ്യൂച്ചർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ കഴിഞ്ഞ ദിവസം സൈബീരിയയെ കുറിച്ചൊരു വാർത്ത ഉണ്ടായിരുന്നു. സൈബീരിയയുടെ ടെമ്പറേച്ചർ ഇപ്പൊ പൊതുവെ കോൾഡ് ആയിട്ടാണ് പറയുന്നത്. അവിടുത്തെ ടെമ്പറേച്ചർ 10-15 ഡിഗ്രി വർദ്ധിച്ചതായിട്ട് ഹയർ ടെമ്പറേച്ചർ രേഖപ്പെടുത്തിയതായിട്ട് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറുന്ന ഒരു ക്ലൈമറ്റിന്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ്. അതുപോലെ തന്നെ ആർട്ടിക് പ്രദേശങ്ങളിൽ ഗ്രീൻലാൻഡിന്റെ ഒക്കെ ചില ഭാഗങ്ങളൊക്കെ ഇപ്പോഴും ഇന്ന് വരെ മെൽറ്റ് ചെയ്യാത്ത പല ഗ്ലേസിയേഴ്സ് ഒക്കെ മെൽറ്റ് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ക്ലൈമറ്റ് ചേഞ്ചിന്റെയാണ്. അപ്പൊ ഒരുപാട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിന് ചിലപ്പോൾ ഫാസ്റ്റ് ആയിട്ട് തന്നെ അന്റാർട്ടിക്കയിലെ മഞ്ഞുരുകി അതൊരു ഐസ് ഫ്രീ ആയിട്ട് മാറാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതിന് എത്ര വർഷം എടുക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷെ അത് ഫാസ്റ്റർ ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അന്റാർട്ടിക്കയെ കുറിച്ചുള്ള ദ ടണ്ട്ര കമ്മ്യൂണിറ്റീസ് ആൻഡ് ബാരൻ അന്റാർട്ടിക് ഡെസർട്ട്, നമ്മൾ അതിന്റെ ഒരു ഫിസിക്കൽ ഫീച്ചർ നോക്കിയാൽ ടണ്ട്ര എന്ന് ഞാൻ പറയുന്നത് ഇതിനെ കുറിച്ച് നിയാർട്ടിക് റീജിയനെ കുറിച്ചൊക്കെ എടുത്തപ്പോഴും പാലിയാർട്ടിക് റീജിയനെ കുറിച്ച് എടുത്തപ്പോഴും പറഞ്ഞു. എന്താണ് ടണ്ട്ര റീജിയൻ എന്ന് പറയുന്നത്? ടണ്ട്ര എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫ്രോസൺ, ഒരു സോയിൽ എപ്പോഴും ഒരു ഫ്രോസൺ ലെവലിൽ കിടക്കുന്ന, അവിടെ ഗ്രാസ് ഒക്കെ ഉണ്ടാവും, ഗ്രാസും കുറച്ച് മോസ് അങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ മാത്രമാണ് ഈ ടണ്ട്ര കമ്മ്യൂണിറ്റിയിൽ എക്കോസിസ്റ്റത്തിൽ കാണുന്നത്. അങ്ങനെ ഒരു ഇതാണ് ഇതവിടെ കാണുന്നത്. അല്ലാണ്ട് വലിയ മരങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. പക്ഷെ അന്റാർട്ടിക്കയിൽ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ സമ്മർ സീസൺ വളരെ ഒരു ഷോർട്ട് പീരീഡേ ഉള്ളൂ സമ്മർ സീസൺ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഷോർട്ട് പീരീഡില് ഒരു വലിയ മരങ്ങൾ പോലെയുള്ള എന്താണ് പൂട്ട് കായകൾ ഉണ്ടാക്കി അങ്ങനെ ആ ഒരു അതിന്റെ റിപ്രൊഡക്റ്റീവ് സൈക്കിൾ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കത്തില്ല. ചെറിയ പ്ലാന്റ്സിന് അങ്ങനെ ഒരു ലെങ്തി ഒന്നും ആയിരിക്കത്തില്ല അതിന്റെ റിപ്രൊഡക്റ്റീവ് സൈക്കിൾ അല്ലെങ്കിൽ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ആ തരം ഗ്രാസ് പോലെ അല്ലെങ്കിൽ മോസസ് പോലുള്ള പ്ലാന്റ്സിന് അവിടെ ഈസി ആയിട്ട് സർവൈവ് ചെയ്യാൻ പറ്റും. ഞാൻ ഒരു ലാസ്റ്റ് സ്ലൈഡുകളിൽ അന്റാർട്ടിക്കയിൽ വളരുന്ന കുറച്ച് ചെടികളുടെ പിക്ചർ ഞാൻ കാണിച്ചു തരാം. ഇനി സബ് ട്രോപ്പിക്കൽ ആൻഡ് ടെമ്പറേറ്റ് റെയിൻ ഫോറസ്റ്റ് ഓർ വുഡ് ലാൻഡ്സ്, ഇതാണ് മിക്കവാറും അന്റാർട്ടിക്കയിൽ ചില ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ ഈ ടെമ്പറേറ്റ് റെയിൻ ഫോറസ്റ്റ് എന്നൊക്കെ പറയുന്നത്. സാധാരണ നമ്മൾ കരുതുന്ന പോലുള്ള ഒരു ഫോറസ്റ്റ് അല്ല, കുറച്ചും കൂടി വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഫോറസ്റ്റ് ആണ് നമുക്ക് അന്റാർട്ടിക്കയിൽ കാണാൻ പറ്റുന്നത്. ഇനി അന്റാർട്ടിക്കയുടെ എന്താണ് സബ് റീജിയൻസിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അന്റാർട്ടിക്കയുടെ വളരെ വ്യത്യസ്തമായ നല്ല രീതിയിലുള്ള ഒരു മാപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അന്റാർട്ടിക്കയും അതിന് കിടക്കുന്ന ഐലൻഡ്സ് ഇതൊക്കെയാണെന്നുള്ളത്. ഇതിനെ ബേസ് ചെയ്ത് അന്റാർട്ടിക്കയെ നമ്മൾ 4 സബ് റീജിയൻസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ സബ് റീജിയൻസിലും 4 സബ് റീജിയൻസ് ആണ് ഉള്ളത്. അതില് 4 tundra ecoregions or 4 sub-regions are recognized. One is Marylandia, Antarctic tundra. എല്ലാം ടണ്ട്ര റീജിയൻസ് തന്നെയാണ്, ഭൂരിഭാഗവും തന്നെ. അപ്പോ അതിന് അന്റാർട്ടിക് പെനിൻസുല, എൻറ്റയർ അന്റാർട്ടിക് പെനിൻസുലയാണ് ഈ ഒരു, അത് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഈ ഒരു അന്റാർട്ടിക് പെനിൻസുല എന്ന് പറയുന്ന അന്റാർട്ടിക് പെനിൻസുല എന്നാണ് പറയുന്നത്. തേർഡ് സബ് റീജിയൻ എടുത്ത സ്കോട്ടിയ സീ ഐലൻഡ്സ് ടണ്ട്ര എന്നാ പറയുന്നത്. സ്കോട്ടിയ സീ ഐലൻഡ്സ് ടണ്ട്ര.
അതിൽ കുറച്ച് ഐലൻഡ്സ് ആണുള്ളത്. സൗത്ത് ജോർജിയ, സൗത്ത് സാൻഡ്വിച്ച് ഐലൻഡ്സ്. ഇതെല്ലാം ഈ യൂറോപ്യൻസ് ആണ്, അമേരിക്കൻസ് ഒക്കെയാണ് ഇതിന് പേര് കൊടുത്തത്. അതുകൊണ്ടാണ് ഇത്തരം പേരുകളെല്ലാം കൊടുക്കുന്നത്. സൗത്ത് ജോർജിയ, സൗത്ത് സാൻഡ്വിച്ച് ഐലൻഡ്സ്, സൗത്ത് ഓർക്കിനി ഐലൻഡ്സ്, സൗത്ത് ഷെറ്റ്ലാൻഡ് ഐലൻഡ്സ്, ബോവറ്റ് ഐലൻഡ്. എന്നൊക്കെ നോക്കിയാൽ പലതും തന്നെ കാണാൻ വേണ്ട. സൗത്ത് സാൻഡ്വിച്ച് ഐലൻഡ്, സൗത്ത് ജോർജിയ, ദെൻ ഷെറ്റ്ലാൻഡ് ഐലൻഡ്, ഇങ്ങനെയുള്ള കുറെ ഐലൻഡ്സ് വരുന്ന അതിന്റെ ഈസ്റ്റേൺ പോർഷനിലുള്ള ഒരു റീജിയൻ ആണ് ഈ മൂന്നാമത്തെ സബ് റീജിയനായ സ്കോട്ടിയ സീ ഐലൻഡ്സ് ടണ്ട്ര എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അതെല്ലാം അത് അന്റാർട്ടിക് മെയിൻലാൻഡുമായിട്ട് വലിയ കണക്ഷൻ ഒന്നുമില്ല. മെയിൻലാൻഡിൽ വരുന്നത് അറ്റ്ലാന്റിക് ആണ്. മെയിൻലാൻഡ് അന്റാർട്ടിക് ടണ്ട്ര എന്ന് പറയുന്ന റീജിയൻ ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അതായത് ഈ അന്റാർട്ടിക്കയുടെ ഈ ഒരു മുനമ്പ് പോലെ തള്ളി നിൽക്കുന്ന ഭാഗം, ഇത് ഈസ്റ്റേൺ അന്റാർട്ടിക്ക. ഈ ഒരു ഭാഗം ഇതിന് അതുകൊണ്ടാണ് അവർ പെനിൻസുല എന്ന വാക്ക് ഉപയോഗിക്കാനുള്ള കാരണം. ഈ ഒരു ഭാഗം ഇങ്ങനെ കടലിലോട്ട് തള്ളി നിൽക്കുന്ന പോലെ, ഇതെല്ലാം ഭാഗം തള്ളി നിൽപ്പുണ്ട്, എങ്കിലും ഇത് ഇങ്ങനെ കുറച്ചും കൂടി പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നു എന്ന അർത്ഥത്തിലായിരിക്കണം അതിനൊരു പെനിൻസുല ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു റീജിയൻ മാത്രമാണ് അന്റാർട്ടിക്. അതും രണ്ടാമത്തെ റീജിയൻ ഈസ്റ്റേൺ അന്റാർട്ടിക്കയാണ് അന്റാർട്ടിക് മെയിൻലാൻഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി കേൾക്കുന്നില്ലേ ക്ലിയർ ആയിട്ട്? ഹലോ, നിങ്ങൾക്ക് ശബ്ദം ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നില്ല? കേൾക്കാം സർ. ഹലോ, ഓക്കെ. പിന്നെ ഒരു വോയിസ് ഈസ് നോട്ട് ഓഡിബിൾ. ഇടയ്ക്ക് കട്ടാവുന്നുണ്ട് സർ. അത് ഇടയ്ക്ക് ഇവിടെ കട്ടാവുന്നുണ്ട്. അത് എനിക്കറിയില്ല, ചിലപ്പോ നെറ്റിന്റെ ഞാനും എന്റെ ഫോണൊന്ന് റീസെറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോ ഈ ഫോൺ തന്നെ ഈ കുറച്ചധികം പ്രോഗ്രാംസ് ആയി കഴിയുമ്പോൾ നെറ്റ് ഇങ്ങനെ ഓരോ പ്രോഗ്രാമും കുറേശ്ശെ എടുത്തോണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പീഡ് ചിലപ്പോൾ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചു. വേറെ 2-3 സബ് പ്രോഗ്രാംസ് കിടക്കുന്നതുകൊണ്ടാണ് ഞാനത് റീസെറ്റ് ചെയ്യാത്തത്. ഓക്കെ, ചിലപ്പോ അതിന്റെ ആയിരിക്കും, ചിലപ്പോ വേറെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. കഴിഞ്ഞ ദിവസം കോളേജിൽ നിന്ന് കണക്ട് ചെയ്തപ്പോഴും ഇതേ കോളേജിന്റെ നെറ്റിൽ നിന്നും ഇതേ പ്രോബ്ലം തന്നെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ബ്രൗസർ ഇന്നിപ്പോ ഇതുകൊണ്ടും പറ്റുന്നില്ലെങ്കിൽ ഗൂഗിൾ ക്രോമിലൊന്ന് യൂസ് ചെയ്ത് നോക്കണം. ഫയർഫോക്സിലാണ് ഞാനിപ്പോ യൂസ് ചെയ്ത് നോക്കുന്നത്. അതിന്റെ ഇഷ്യൂ കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. നമുക്ക് അത്രയ്ക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മള്. നാലാമത് സബ് റീജിയൻ സദേൺ ഇന്ത്യൻ ഓഷ്യൻ ഐലൻഡ്സ് ടണ്ട്ര എന്നാണ് നാലാമത്തെ സബ് റീജിയൻ. ഈ അവസാനത്തെ 3 സബ് റീജിയൻസും ഐലൻഡ്സ് ആണ്. ആദ്യത്തെ 2 സബ് റീജിയൻ എടുത്താൽ അത് അന്റാർട്ടിക് ഒരെണ്ണം, അന്റാർട്ടിക് പെനിൻസുല എന്ന് പറയുന്ന റീജിയൻസുമാണ് പെടുത്തിയിരിക്കുന്നത്. ഈ സദേൺ ഇന്ത്യൻ ഓഷ്യൻ ഐലൻഡ് ടണ്ട്രയിൽ ക്രോസറ്റ് ഐലൻഡ്സ് ഉണ്ട്, പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ്സ് ഉണ്ട്, തേർഡ് ഐലൻഡ് ഉണ്ട്, ഗുർഗുലിയൻ ഐലൻഡ്സ് ഉണ്ട്, മെക്ഡൊണാൾഡ് ഐലൻഡ്സ് ഉണ്ട്. ഇതല്ലാതെ ഈസ്റ്റേൺ അന്റാർട്ടിക്കയുടെ ഈ ഗുർഗുലിയൻ ഐലൻഡ്സ്, തേർഡ് ഐലൻഡ്സ്, മെക്ഡൊണാൾഡ് ഐലൻഡ്സ് എന്ന് പറയുന്ന ഐലൻഡ്സ് എല്ലാം ഈ ഒരു ഭാഗത്ത് ഈസ്റ്റേൺ സൈഡിൽ കിടക്കുന്ന കുറെ ഐലൻഡ്സ് ആണ് ഈസ്റ്റേൺ അന്റാർട്ടിക്കയുടെ അല്ലെങ്കിൽ സദേൺ ഇന്ത്യൻ ഓഷ്യൻ ഐലൻഡ്സ് ടണ്ട്ര എന്ന് പറഞ്ഞ ആ റീജിയനിൽ പെടുന്നു. ഓക്കെ, അപ്പൊ അതില് നിങ്ങൾക്ക് ആ സ്ലൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പെൻഗ്വിൻ ആണ് കാണിച്ചിരിക്കുന്നത്. പെൻഗ്വിൻ എന്താണ്? ഒരു ബേർഡാണ്, മാമൽ, ബേർഡ്. പെൻഗ്വിനെ കുറിച്ച് ഒരു മാമലാണോ എന്നൊന്നും വിചാരിക്കരുത്, ഇറ്റ്സ് എ ബേർഡ് ആണ്. പെൻഗ്വിന്റെ ഒരു പ്രത്യേകതകൾ അത് കാണാൻ പറ്റും. അതിന്റെ ബോഡി എല്ലാം ഒരു ചെറിയ ബുള്ളൻ വളരെ തിൻ ആയിട്ടുള്ള രോമങ്ങൾ പോലുള്ള ഫെദേഴ്സ് കൊണ്ടാണ് അത് കവർ ചെയ്തിരിക്കപ്പെട്ടിരിക്കുന്നത്. ദെൻ അന്റാർട്ടിക്ക എടുത്തു കഴിഞ്ഞാൽ അന്റാർട്ടിക്കയിൽ പല സ്പീഷീസ് ഓഫ് പെൻഗ്വിൻസ് ഉണ്ട്. എല്ലാ പെൻഗ്വിനും ഒരൊറ്റ സ്പീഷീസ് ആണ്. അന്റാർട്ടിക്കയുടെ ആനിമൽസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പ്രധാനമായിട്ട് കാണുന്നത് പെൻഗ്വിൻ ആണ്. പെൻഗ്വിൻ കൂടാതെ തന്നെ വേറെ ഒത്തിരി അധികം ആനിമൽസ് അന്റാർട്ടിക്കയിൽ നമുക്ക് കാണാൻ പറ്റും.
അതിനെക്കുറിച്ചൊക്കെ വളരെ കുറച്ച് അനിമൽസിന്റെ കേസ് മാത്രമേ ഞാനൊന്ന് സൂചിപ്പിക്കുന്നുള്ളൂ. ഇപ്പോ പെൻഗിന്റെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ജീവിത രീതിയാണ്. നിങ്ങൾക്കറിയാം, പെൻഗിനെ കാലിലൊക്കെ എഗ്ഗ് കാലിൽ വെച്ചുകൊണ്ടാണ് ഈ എംപറർ പെൻഗിനൊക്കെ അതിന്റെ മുട്ടയെ ഹാച്ച് ചെയ്തെടുക്കുന്നത്. അങ്ങനത്തെ പിക്ചറൊക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടോ? ഇനി മറ്റൊരു പ്രത്യേകത, ഒരു ഗ്രൂപ്പ് അന്റാർട്ടിക്ക, ഇവിടെ അന്റാർട്ടിക്കയുടെ വേറെ ഒരു ശുദ്ധമായിട്ടുള്ള വേറൊരു മാപ്പാണ് കാണിച്ചിരിക്കുന്നത്. ഭൂരിഭാഗം പ്രദേശങ്ങളും ഐസ് കൊണ്ട്, സ്നോ കൊണ്ട് കവേർഡ് ആയി കിടക്കുന്ന റീജിയൻസ് ആണ് അന്റാർട്ടിക്കയിൽ ഉള്ളത്. ഇനി അന്റാർട്ടിക്ക എടുത്തു കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ പറഞ്ഞൊരു മില്യൺസ് ഓഫ് ഇയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അന്റാർട്ടിക്ക ഒരു ചൂടുള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നു. ഇന്നത്തെ പോലെ ഒരു തണുത്ത് ഉറഞ്ഞു കിടക്കുന്ന ഒരു ക്ലൈമറ്റ് അല്ലായിരുന്നു അന്റാർട്ടിക്കയില്. ചൂടുള്ള ഒരു ഒരു കാലാവസ്ഥയും ഒരു ഹാബിറ്റാറ്റും ഒക്കെ ആയിരുന്നു അന്റാർട്ടിക്കയിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അത് ഏകദേശം ഒരു ആദ്യത്തെ എല്ലാ കോണ്ടിനെന്റ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഇൻ ദ ബിഗിനിങ് എല്ലാ കോണ്ടിനെന്റ്സും ഒരുമിച്ചായിരുന്നു. 250 മില്യൺ ഇയേഴ്സ് എഗോ ഈ എല്ലാ കോണ്ടിനെന്റ്സും ഒരുമിച്ച് കിടക്കണായിരുന്നു. അപ്പൊ അതിനെ നമ്മൾ ഗോഡ്വാന ലാൻഡ് എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ അത് സ്പ്ലിറ്റ് ആയിട്ട് രണ്ട് പ്രധാനപ്പെട്ട കോണ്ടിനെന്റ്സ് ആയിട്ട് ഔറേഷ്യൻ എന്ന് പറയുന്ന, ആദ്യം പാൻജിയ എന്ന് പറയുന്ന കോണ്ടിനെന്റ്, പിന്നെ അത് സ്പ്ലിറ്റ് ചെയ്ത് ഗോഡ്വാന ലാൻഡ് എന്നും ലൗറേഷ്യ എന്ന് പറയുന്ന രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഈ ഗോഡ്വാന ലാൻഡിൽ നിന്ന് അന്റാർട്ടിക്ക സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത് ഏതാണ്ട് 110 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ്. അങ്ങനെയാണ് അന്റാർട്ടിക്കയുടെ ഒരു ഹിസ്റ്ററി നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദ സെപ്പറേഷൻ ഓഫ് സൗത്ത് അമേരിക്ക ആൻഡ് അന്റാർട്ടിക്ക, 110 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് അന്റാർട്ടിക്ക ഗോഡ്വാന ലാൻഡിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് പോയെങ്കിലും ആ സമയത്തും സൗത്ത് അമേരിക്കയും അന്റാർട്ടിക്കയും തമ്മിൽ ഒരു ലാൻഡ് കണക്ഷൻ ഉണ്ടായിരുന്നു. അതാണ് ഇന്നും നമുക്ക് നോക്കിയറിയാം, സൗത്ത് അമേരിക്കയും അന്റാർട്ടിക്കയും വളരെ 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 അടുത്താണ് കിടക്കുന്നത്. ആ ഒരു സൗത്ത് അമേരിക്ക ആയിട്ടുള്ള കണക്ഷൻ ബ്രേക്ക് ആയത് ഒരു 30 to 35 മില്യൺ ഇയേഴ്സ് എഗോ ആയാണ്. ആ ഒരു സമയത്ത് അതിനുശേഷമാണ് അന്റാർട്ടിക്ക ഏറെക്കുറെ ഒറ്റപ്പെട്ടു പോയി എന്ന് വേണം പറയാനായിട്ട്. അതാണ് അന്റാർട്ടിക് ഹിസ്റ്ററി നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അന്റാർട്ടിക് ഫ്ലോറ എടുത്തു കഴിഞ്ഞാൽ, അന്റാർട്ടിക് ഫ്ലോറ എന്താണ് എടുത്തു കഴിഞ്ഞാൽ, അവിടെ ഈ തണുപ്പിലൊക്കെ ഈ അന്റാർട്ടിക്ക കൂടുതലും സൗത്തിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോഴാണ് അന്റാർട്ടിക്കയുടെ ഈ റീജിയൻസ് എല്ലാം കൂടുതൽ ഫ്രോസൺ ആയിപ്പോയത്. അതുകൊണ്ടാണ് അവിടുത്തെ ഫ്ലോറയെല്ലാം എന്താ പറയാ തണുപ്പിലോട്ട് വന്നു കഴിഞ്ഞതോടെ ഗ്രാജുവലി നശിഞ്ഞ് ഡിസപ്പിയർ ആയിരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. The flora of southern neotropic and Australasia, which were also parts of Gondwana. അതായത് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ സൗത്ത് അമേരിക്കയുടെ ഫ്ലോറയും അന്റാർട്ടിക്കയുടെ മുമ്പുണ്ടായിരുന്ന പല ഫ്ലോറയും തമ്മിൽ കുറേയധികം സിമിലാരിറ്റി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇത് നശിഞ്ഞു പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അന്റാർട്ടിക്ക മൂവ് ചെയ്ത് ആ ഒരു സദേൺ പോളാർ റീജിയനിലോട്ട് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടു പോയത് കൊണ്ടാണ് അന്റാർട്ടിക്കയിൽ ഒരു തണുപ്പുള്ള ഒരു കാലാവസ്ഥ അന്റാർട്ടിക്കയിൽ പ്രധാനമായും വന്നത്. ഇനി നമുക്ക് അന്റാർട്ടിക്കയുടെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ കാണാം. അവിടെ കാണുന്ന കുറച്ച് ഫേൺസ് പോലുള്ള കുറെ ഇതൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് അന്റാർട്ടിക്കയുടെ ഒരു ചില പ്ലാന്റ്സ് അവിടെ കാണുന്നത്. അപ്പോ അന്റാർട്ടിക്കയുടെ പ്ലാന്റ്സ് എടുത്തു കഴിഞ്ഞാല് അന്റാർട്ടിക്കയുടെ പ്ലാന്റ്സിലെ ഒന്ന് രണ്ടെണ്ണമാണ് ഞാനിവിടെ കാണിച്ചത്. ഇനി അതുപോലെ അന്റാർട്ടിക്കയിലെ മറ്റുള്ള കുറച്ച് ഇതിനെ കാണിച്ചു തരാം. അതായത് ഇന്നത്തെ ഒരു അവസ്ഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് സപ്പോർട്ടിങ് എനിക്ക് അതിന്റെ വാസ്കുലർ പ്ലാന്റ്സ്. വാസ്കുലർ പ്ലാന്റ്സിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു സമ്മർ സീസൺ ഉണ്ടായിരിക്കണം. ആ ഒരു സമ്മർ സീസൺ നമുക്ക് അന്റാർട്ടിക്കയിൽ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് സാധാരണ നമ്മുടെ നാട്ടിലെല്ലാം കാണുന്ന പോലെ ഈ എന്താണ് വലിയ പ്ലാന്റ്സ് ടെർഡോഫൈറ്റ്സോ ആൻജിയോസ്പേംസോ ഒന്നും അവിടെ സർവൈവ് ചെയ്യാത്തതിന്റെ കാരണം വളരെ ഷോർട്ട് സമ്മർ സീസൺ മാത്രമാണ് നമുക്ക് അന്റാർട്ടിക്കയിൽ കിട്ടുന്നത്. അതാണ് അവിടുത്തെ ലെങ്തി പ്ലാന്റ്. ഇന്നിപ്പോ അന്റാർട്ടിക്കയുടെ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഫ്ലോറ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ചെറിയ പ്ലാന്റ്സ് ആണ്. 250 ലൈക്കൻസ് ഉണ്ട്, അറൌണ്ട് 100 മോസസ് ഉണ്ട്, 25 to 30 ലിവർ വേർഡ്സ് ഉണ്ട്, ദെൻ അറൌണ്ട് 700 ടെറസ്ട്രൈൽ ഓർ ആൽഗൽ സ്പീഷീസ്. എന്ന് വെച്ചാൽ നിങ്ങളോട് നോക്കിയാൽ തന്നെ അറിയാം ഭൂരിഭാഗവും ചെറിയ പ്ലാന്റ്സ് ആണ്. വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള വളരെ
ചെറിയ പ്ലാന്റ്സ് ആണ് ഭൂരിഭാഗം ഉള്ളത്. കാരണം വലിയ പ്ലാന്റ്സ് സർവൈവ് ചെയ്യാനുള്ള ഒരു കാലാവസ്ഥ ഇന്ന് അന്റാർട്ടിക്കയിൽ നമുക്ക് കാണുന്നില്ല. അതുകൊണ്ടാണ് അന്റാർട്ടിക്കയുടെ ഇത് ഈ രീതിയിൽ ആയിപ്പോയതിനുള്ള ഒരു കാരണം. ഇനി അന്റാർട്ടിക്കയിൽ ഇന്ന് ആകെ 2 ഫ്ലവറിംഗ് പ്ലാന്റ് സ്പീഷീസേ ഉള്ളൂ. അതിലൊന്ന് അന്റാർട്ടിക് ഹെയർ ഗ്രാസ് എന്ന് പറയുന്നതും രണ്ടാമത്തെ അന്റാർട്ടിക് പേൾ വർട്ട് എന്ന് പറയുന്നത്. ഇത് നോർത്തേണും വെസ്റ്റേൺ പാർട്സ് ഓഫ് അന്റാർട്ടിക്കയിലാണ് കാണുന്നത്. ഇതിന്റെ പിക്ചർ കാണിച്ചു തരാം ഞാനിവിടെ. അന്റാർട്ടിക് ഹെയർ ഗ്രാസ് കാണുന്നുണ്ടോ നിങ്ങൾ? അന്റാർട്ടിക് ഹെയർ ഗ്രാസിന്റെ പിക്ചർ കാണുന്നുണ്ടോ? കാണാമോ? കാണാം സർ. ഓക്കെ. അപ്പൊ അന്റാർട്ടിക്കയിൽ ആകെ ഉള്ള 2 പ്ലാന്റ് സ്പീഷീസുകളാണ് അന്റാർട്ടിക് ഹെയർ ഗ്രാസ്, അന്റാർട്ടിക് പേൾ വർട്ട് എന്ന് പറയുന്നത്. ഇത് രണ്ടുമാണ് അന്റാർട്ടിക്കയിൽ നിന്ന് നമുക്ക് ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് സ്പീഷീസ് എന്ന് പറയാൻ മാത്രമായിട്ടുള്ളത്. കണ്ട അതിന്റെ അതും വളരെ വലുതൊന്നുമല്ല, ചെറിയ ഒരു പുല്ലിനെക്കാട്ടെ ഇത്രയും കൂടി വലുപ്പമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇത് രണ്ടുമാണ് ഫ്ലവറിംഗ് സ്പീഷീസുകളിൽ പെടുത്തിയിരിക്കുന്നത്. ഇതല്ലേ സമ്മർ സമയത്ത് അതങ്ങോട്ട് സഡൻ ആയിട്ട് ഗ്രോ ചെയ്ത് പിന്നെ ആ ഒരു വിന്റർ ആവുമ്പോൾ തന്നെ അത് പിന്നെയും പോകും, പിന്നെ അടുത്ത സമ്മറിൽ പിന്നെയും വരും. ആ ഒരു രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് ഇതിൻ്റെത്. ഉണ്ടോ ഒത്തിരി അധികം അനിമൽസ് അവിടെ ഉണ്ട്. പെൻഗിൻസ് ഉണ്ട് കാര്യം ഞാൻ പറഞ്ഞു, സീൽസ് ഉണ്ട് ധാരാളം, ദെൻ വെയിൽസ്. പിന്നെ അന്റാർട്ടിക്കയിൽ യുണീക്ക് ആയിട്ട് കാണുന്ന ഒരു അനിമൽ ആണ്, ഒരുതരം പ്ലാങ്ക്ടൺ പോലത്തെ സാധനമാണ്. ആർത്രോപോഡ്സ് തന്നെയാണ്, പക്ഷെ വളരെ ചെറിയ നമ്മുടെ ഷ്രിംപ് അല്ലെങ്കിൽ ചെമ്മീന്റെ ഒക്കെ രൂപം. പ്രോൺസ് അല്ല, ദീസ് ആർ നോൺ ക്രിൽസ് എന്നാണ് പറയുന്നത്. ക്രിൽസ് എന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഏകദേശം പ്രോണിനെ പോലെ തന്നെ ഇരിക്കും, ക്രിൽസ് എന്നാണ്. ഈ ക്രിൽസ് ആണ് അന്റാർട്ടിക്കയിലെ പല വെയിൽസിന്റെ ഒക്കെ പ്രധാനപ്പെട്ട ഫുഡ്. അപ്പോ അത് അന്റാർട്ടിക്കയുടെ ഒരു ലൈവ് ഇത് എടുത്ത് നോക്കി, അനിമൽസിന്റെ ഇത് എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം. ഇതുപോലെ ഈ വലിയൊരു ശതമാനം വെയിൽസും അതിന്റെ ഫുഡായിട്ട് എടുക്കുന്നത് ഈ ക്രിൽസ് ആണ്. അപ്പൊ ആ അന്റാർട്ടിക് വാട്ടറിൽ ധാരാളമായിട്ട് ഈ ക്രിൽസ് ഉണ്ട്. ഇപ്പൊ ഈ നമ്മള് ഇവിടെയൊക്കെ പോയി നിങ്ങള് നമ്മുടെ CMFRയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ ക്രിൽസിന്റെ ഇത് സ്പെസിമെൻസ് ഒക്കെ അവർ കാണിച്ചു തരും. കാരണം CMFRI പല അന്റാർട്ടിക് മിഷൻസും ഒക്കെ പോവാറുണ്ട്. അതുകൊണ്ട് ഈ ക്രിൽസിന്റെ ഒരു ഇത് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അന്റാർട്ടിക്കയിൽ പിന്നീട് കാണുന്നുണ്ട്, ഇതിവിടെ വേറെ കാണുന്നത് പെൻഗിനാണ്. അന്റാർട്ടിക്കിന്റെ വലിയൊരു ഭാഗവും പെൻഗിൻസ് ആണ്. ഇത് എംപറർ പെൻഗിന്റെ ഒരു ഫോട്ടോയാണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് അന്റാർട്ടിക്കയിലുള്ളത്. നിങ്ങൾ ചില ചാനൽസിലൊക്കെ നോക്കിയാൽ അന്റാർട്ടിക്കയെ കുറിച്ചുള്ള ഇതെല്ലാം കാണാൻ സാധിക്കും. ഈ നമ്മുടെ ഈ സഫാരി എന്നും പറഞ്ഞൊരു ചാനലിൽ നമ്മുടെ അതിന്റെ ഒരാളുണ്ടല്ലോ, അയാള് അന്റാർട്ടിക്കയിൽ പോയി അതിന്റെ ചില ചിത്രങ്ങൾ വീഡിയോസ് ഒക്കെ ഒരു തവണ TV കാണുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതാണ് അന്റാർട്ടിക്ക. അതുകൊണ്ട് തന്നെ ഒത്തിരി അധികം ടൂറിസ്റ്റുകൾ പോകുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ഇത്തിരി ആരോഗ്യം ഒക്കെ ഉള്ളവർക്കേ പോകാൻ പറ്റുള്ളൂ. കാരണം അത്ര സാധാരണ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയി താമസിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു താമസമൊന്നും അവിടെ ചെന്നാൽ കിട്ടില്ല. വളരെ പരിമിതമായ സൗകര്യങ്ങളിലായിരിക്കും താമസിക്കുന്നത്. പക്ഷെ അങ്ങനെയുള്ളതിന് അപേക്ഷിച്ച് പോകുന്ന ആളുകളുണ്ട്. അന്റാർട്ടിക്ക ഒരിക്കലും കാണാൻ താല്പര്യത്തോടെ പോകുന്നവരൊക്കെ ഉണ്ട്. ഇതാണ് അന്റാർട്ടിക്കയെ കുറിച്ചുള്ളത്. ഇനി നമുക്ക് കണ്ട അന്റാർട്ടിക്കയിലെ സീൽസിന്റെ ഒരു പിക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അടുത്ത പിക്ചർ കണ്ടോ, ഇന്ത്യയുടെ അന്റാർട്ടിക് റിസർച്ച് സ്റ്റേഷനാണ് മൈത്രി എന്ന് പറയുന്നത്. മൈത്രി എന്ന് തന്നെയാണ് അതിന്റെ പേര് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ ഒരു റിസർച്ച് സ്റ്റേഷൻ. നേരത്തെ ഒരു റിസർച്ച് സ്റ്റേഷൻ ഉണ്ടായിരുന്നു, ദക്ഷിൺ ഗംഗോത്രി എന്ന് പറയുന്നത്. അത് ക്ലൈമറ്റ് ഫേവറബിൾ അല്ലാത്തതുകൊണ്ട് ആ സ്ഥലം അബാൻഡൻ ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം തുടങ്ങിയ 2ാമത്തെ സ്റ്റേഷനാണ് മൈത്രി എന്ന് പറയുന്നത്. അത് ഇന്ത്യക്ക് മാത്രമല്ല, അമേരിക്കയ്ക്കുണ്ട്, ചൈനയ്ക്കുണ്ട്, ഫ്രാൻസിനുണ്ട്, റഷ്യക്കുണ്ട്, ചില്ലിക്കുണ്ട്, അർജന്റീനയ്ക്കുണ്ട്. ഒരുപാട് രാജ്യങ്ങൾക്ക് അന്റാർട്ടിക്കയിൽ അവരുടെ റിസർച്ച് സ്റ്റേഷൻസ് ഉണ്ട്. കാരണം ഏതെങ്കിലും കാരണവശാല് അന്റാർട്ടിക്കയിലും എന്തെങ്കിലും ഒരു നാളെ ഒരു പൊളിറ്റിക്കൽ ഡിവിഷൻ വല്ലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും അവിടെ ഒരു അവകാശം ഉണ്ടെന്ന് സ്ഥാപിക്കുക എന്നുകൂടി ഈ ഇത്തരം റിസർച്ച് സ്റ്റേഷൻ പ്രവർത്തിപ്പിക്കുന്നതിന്റെ പിന്നിൽ ഉദ്ദേശം ഉണ്ടാവുകയേക്കാം. അപ്പൊ അതുകൊണ്ടാണ് പല രാജ്യങ്ങളും അവിടെ ഉണ്ട്. പിന്നെ അന്റാർട്ടിക്ക ഒത്തിരിയധികം ഇൻഫോർമേഷൻ തരുന്ന ഒരു ഇതാണ്. കാരണം ഒത്തിരി അൺനോൺ ഇൻഫർമേഷൻ നമുക്ക് അന്റാർട്ടിക്കയിലുള്ള റിസർച്ച് വഴി കിട്ടും. ഇപ്പോൾ നിങ്ങൾ ആസ്ട്രേലിയയിലെ ചില യൂണിവേഴ്സിറ്റികളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അന്റാർട്ടിക് സ്റ്റഡീസ് അവിടെ ഭാഗമാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ അത്ര വലിയ ഇതൊന്നുമില്ല. അന്റാർട്ടിക് സ്റ്റഡീസ് പഠിച്ചാൽ ഒരു ജോലിയും കിട്ടാൻ പോകുന്നില്ല.
അതുകൊണ്ട് പക്ഷെ അവിടെ അങ്ങനെയുള്ള സ്റ്റഡീസിനുള്ള സ്കോപ്പ് ഒക്കെ ഉണ്ട് ആസ്ട്രേലിയയിലെ പല യൂണിവേഴ്സിറ്റികളും. അവിടുത്തെ ചില യൂണിവേഴ്സിറ്റികളിലെ കോഴ്സൊക്കെ നോക്കുമ്പോൾ അന്റാർട്ടിക് മറൈൻ ബയോളജി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇത്രയാണ് അന്റാർട്ടിക്കയെ കുറിച്ചുള്ളത്. ഇനി വളരെ ചെറിയൊരു റീജിയനും കൂടിയുണ്ട്, ദാറ്റ് ഈസ് ഓഷ്യാനിയൻ റെൽം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഓഷ്യാനിയൻ റീജിയൻ. ഇത് ബേസിക്കലി നേരത്തെ ആസ്ട്രലേഷ്യൻ റീജിയനിൽ പെടുത്തിയിരുന്നതാണ്. ഇന്ന് അവിടെ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി. ഞാൻ ഈ അടുത്ത മാപ്പ് കാണിക്കുമ്പോൾ അറിയാം, ഇതാണ് പോളിനേഷ്യ. ഇതൊക്കെയാണ് ഇന്നത്തെ ഹവായി ഉണ്ട്, ദെൻ ഇങ്ങേറ്റത്തൊക്കെ പിറ്റ്കാരിൻ ഐലൻഡ്സ് ഉണ്ട്, ചാത്തൻ ഐലൻഡ്സ് ഉണ്ട്. ന്യൂസിലാൻഡും ആക്ച്വലി അതിൽ തന്നെ പെടുത്തിയിരിക്കുന്നത്, പക്ഷെ ന്യൂസിലാൻഡിനെ അന്റാർട്ടിക് റീജിയനിലോട്ടാണ് മാറ്റിയിരിക്കുന്നത്. ടോങ്ക, വാലിസ്, ടുവാലോ, ഇതെല്ലാം ദെൻ ജോൺസ്റ്റൺ ഐലൻഡ്സ്, ക്രിസ്മസ് ഐലൻഡ്സ്. ഇങ്ങനെ കാണുന്ന ഈ ഐലൻഡ്സ് എല്ലാം തന്നെ വളരെ ചെറിയ ഐലൻഡ്സ് ആണ്. ഈ ഒട്ടുമിക്ക ഐലൻഡ്സ് നിങ്ങൾ മാപ്പിലൊന്ന് നോക്കിയാൽ അറിയാം, ഗൂഗിൾ മാപ്പ് എടുത്തൊന്ന് നോക്കുക, മിക്കവാറും ഒന്നെങ്കിൽ അമേരിക്കയുടെ കീഴിലായിരിക്കും, അല്ലെങ്കിൽ UK കീഴിലായിരിക്കും, അല്ലെങ്കിൽ ഫ്രാൻസിന്റെ കീഴിലായിരിക്കും, അല്ലെങ്കിൽ ജപ്പാന്റെയോ ആസ്ട്രേലിയയുടെയോ ന്യൂസിലാൻഡിന്റെയോ ഒക്കെ കീഴിലാണ്. അപ്പൊ ഭൂരിഭാഗം ഐലൻഡ്സും ആരുടെയെങ്കിലൊക്കെ ഒരു കൺട്രോളിലാണ് കിടക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഈ ഐലൻഡ്സ് പലതും കാണപ്പെടുന്നത്. അപ്പോ അതൊക്കെ നോക്കി, കാരണം ഇവരുടെ ഈ ഒരു കോളനി വാഴ്ചകളുടെയൊക്കെ ഒരു അവശിഷ്ടം എന്ന് വേണമെങ്കിൽ പറയാം. അതൊക്കെ ചെറിയ രാജ്യങ്ങളായതുകൊണ്ട് അവിടെ വളരെ കുറച്ച് പോപ്പുലേഷനേ ഉള്ളൂ. അവര് ചിലപ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കുന്നതിലും നല്ലത് ഏതെങ്കിലും രാജ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നതാണെന്ന് ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും. അവിടെ അങ്ങനെ വലിയ ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ ഒന്നും കാര്യമായിട്ട് കാണാറില്ല. വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമാണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് അവിടെ ഉള്ളത്. പലതും ഈ രീതിയിൽ ഏതെങ്കിലും മേജർ കൺട്രീസിന്റെ ഒരു പാർട്ടായിട്ടാണ്. ആ കൺട്രീസിനെ സംബന്ധിച്ച് അതൊരു ഐലൻഡ് ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവരുടെ സ്ട്രാറ്റജിക്കുമായിട്ടും ഡിഫൻസ് ഇമ്പോർട്ടൻസിനും വേണ്ടിയാണ് അവർ കീപ്പ് ചെയ്യുന്നത്. അപ്പൊ പോളിനേഷ്യൻ ഐലൻഡ്സ് എല്ലാം തന്നെ ഈ രീതിയിലുള്ളതാണ്. ഇപ്പൊ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചു തന്ന ഒരു സ്ലൈഡ് തന്നെയാണ് അതിന്റെ ഒരു പോളിനേഷ്യയും മൈക്രോനേഷ്യയും മെലനേഷ്യയും എല്ലാം കാണിക്കുന്നത്. ഇനി പോളിനേഷ്യ എന്ന റീജിയൻ എടുത്തു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു 1000 ഐലൻഡ്സ് ആണ് ഉള്ളത്. സെൻട്രൽ ആൻഡ് സദേൺ പസഫിക് ഓഷ്യൻ, സെൻട്രൽ പസഫിക് ഓഷ്യനിലും സദേൺ പസഫിക് ഓഷ്യനിലും പെടുന്ന നിയർലി 1000 ഐലൻഡ്സ് ആണ് ഇതിന്റെ അകത്ത് വരുന്നത്. ആൻഡ് ഇതിൽ മൈക്രോനേഷ്യ എന്ന് പറയുന്ന കുറച്ച് റീജിയൻ ഉണ്ട്, പോളിനേഷ്യൻ ഐലൻഡ്സ് ഉണ്ട്. പക്ഷെ ന്യൂസിലാൻഡിനെ അതിന്റെ അകത്ത് പെടുത്തിയിട്ടില്ല. ഇവിടെ നമ്മൾ ഓഷ്യാനിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓഷ്യാനിയയുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് ദി യങ്ങസ്റ്റ് റെൽം. കാരണം ഈ അടുത്ത കാലത്ത് ഫോം ചെയ്തതാണ്. ജിയോളജിക്കലി പോലും അത് ഒത്തിരി ഓൾഡ് ഒന്നുമല്ല. അതിന്റെ ഒരു ലാൻഡ്സ്കേപ്പ് നോക്കിയാൽ കൂടുതലും വോൾക്കാനിക് ഐലൻഡ്സ് ആണ്, അല്ലെങ്കിൽ കോറൽ ഐലൻഡ്സ് ആണ്. കോറൽ അറ്റോൾസ് എന്ന് ഫോം ചെയ്തിട്ടുള്ളതാണ്. ദെൻ അറോസ് ഫ്രം ദ സീ ഇൻ ദ ജിയോളജിക്കലി റീസെന്റ് ടൈംസ്. ഒത്തിരി അതായത് കടലിൽ നിന്ന് അത് ഫോം ചെയ്തിട്ട് ചിലപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നെങ്കിൽ വോൾക്കാനിക് ആക്ടിവിറ്റി വഴി ഉണ്ടായതായിരിക്കാം, അല്ലെങ്കിൽ കോറൽ ഐലൻഡ്സിൽ മണ്ണ് കൂടി ചേർന്ന് ഫോം ചെയ്തതായിരിക്കാം. എങ്ങനെയാണെങ്കിലും അത് ഫോം ചെയ്തിട്ട് ഒരുപാട് വർഷങ്ങളൊന്നും ആയിട്ടില്ല. അതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കണ്ടോ, ഒരു പ്ലീസ്റ്റോസീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജിയോളജിക്കൽ ടൈം സ്കെയിൽ നിങ്ങൾ എവല്യൂഷൻ എടുക്കുമ്പോൾ പഠിക്കും. അതിൽ ഏറ്റവും റീസെന്റ് ആയിട്ട് വരുന്ന പീരീഡ് ആണ് പ്ലീസ്റ്റോസീൻ എന്ന് പറഞ്ഞാൽ. ആ ഒരു സമയത്താണ് ഇത് ഒട്ടുമിക്കവാറും ഫോം ചെയ്തിരിക്കുന്നത്. കണ്ട, ഐദർ ബൈ ഹോട്ട്സ്പോട്ട് വോൾക്കാനിസം, ഒരു ഭാഗത്ത് ഇങ്ങനെ വോൾക്കാനിക് ലാവ ഇങ്ങനെ മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അടിഞ്ഞുകൂടി അവസാനം ഗ്രാജുവലി ഒരു ഐലൻഡ് ആയിട്ട് മാറും. അങ്ങനെ ഫോം ചെയ്ത്. അതല്ലെങ്കിൽ ഈ എന്താണ് ഐലൻഡ് ആർക്സ്, ഈ കൊളീഷൻ വഴിയോ രണ്ട് ടെക്ടോണിക് പ്ലേറ്റ്സ് കൂട്ടിമുട്ടുന്ന സമയത്ത് അവിടെ പൊങ്ങി വരുന്ന മണ്ണിൽ നിന്ന് അല്ലെങ്കിൽ ആ ഭൂമിയിൽ നിന്ന് വരുന്നതാണ് ചില ഐലൻഡ്സ് എല്ലാം. അപ്പൊ അങ്ങനെ രണ്ട് രീതിയിലാണ് ഇത്തരം ചെറിയ ഐലൻഡ്സ് എല്ലാം അവിടെ ഫോം ചെയ്തിരിക്കുന്നത്. ഉണ്ടോ, ഈ ഐലൻഡ്സ് വളരെ ചെറിയ ഐലൻഡ്സ് ഉണ്ട്. ചിലത് ഇപ്പൊ ഉദാഹരണമായിട്ട് ഹവായി, ഫീജി ഒക്കെ ഇത്തിരി വലിപ്പം കൂടിയ ഐലൻഡ്സ് ആണ്, കുറച്ചധികം ഡെവലപ്ഡ് ആയിട്ടുള്ള ഐലൻഡ്സ് ആണ്. പക്ഷെ ഭൂരിഭാഗം ഐലൻഡ്സും വളരെ വളരെ ചെറിയ ഐലൻഡ്സ് ആണ് ഈ പോളിനേഷ്യയിലൊക്കെ കാണുന്നത്. ഇത്രയാണ് നമുക്ക് ഇതിന്റെ ഈ പോളിനേഷ്യൻ ഐലൻഡ്സിനെ കുറിച്ച് പറയുന്നത്. ഇനി ക്ലൈമറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ബേസിക്കലി ഒരു ട്രോപ്പിക്കൽ ഒരു സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ്. ഇത്തരം പ്രദേശങ്ങളിൽ ഒരു പ്രത്യേകത, അത് നല്ലൊരു എന്താ പറയുക, ചിലതൊക്കെ ഇക്വേറ്ററിലൊക്കെ ആണെങ്കിൽ വളരെ കടുത്ത ചൂടായിരിക്കും. ചെറിയ ഐലൻഡ്സിലൊക്കെ ആണെങ്കിൽ വളരെ കടുത്ത ചൂടായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും ഇവിടെ കാണുന്നത് നമ്മൾ. ഇനി ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഓഷ്യാനിയ എല്ലാം കാണിക്കുന്ന ഒരു മാപ്പ് കൂടിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്.
ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്.